ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നലെ പ്രോജക്റ്റ് ടൈഗറിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കി ഭാഗം നമ്മൾ എടുക്കാൻ പോവുകയാണ്. എൻ്റെ ഓൾഡ് ബുക്ക് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് പേജ് പറയാൻ പറ്റില്ല. ഓൾഡ് ബുക്കിൽ 52 ആണ് പേജ് തന്നേക്കുന്നത്. അവിടെ നമ്മൾ ഡോഗ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതായത് ഒരു നായേനെ സ്റ്റാൻഡിങ് വെച്ചിട്ട് യൂസ് ചെയ്തിരുന്നതെന്ന്, അതായത് ഒരു നായയുടെ പകരം വേറെ ഒരു ഉയരം കുറവുള്ള ആളെ വെച്ചിട്ടാണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത്. പിന്നെയാണ് അവര് നായനെ ശരിക്കും കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുന്നത്. ആ ഭാഗം വരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡിൽ ഏത് മൃഗങ്ങളെ എടുത്താലും അവരൊക്കെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും ഉണ്ടാവുക. ഹോളിവുഡിൽ ട്രെയിൻഡ് ആനിമൽസിനെയാണ് അവർ ഷൂട്ടിങ്ങിന് വേണ്ടി എടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്, ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? ഒരു ഹോഴ്സിനോ അല്ലെങ്കിൽ ഒരു ഡോഗിനോ ഒരു കുതിരേനെയോ ഒരു നായേനെയോ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം നമുക്കൊക്കെ അറിയാം നായനെയും ഹോഴ്സിനെയും ട്രെയിൻ ചെയ്യാൻ അത്ര അധികം ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ വല്ലപ്പോഴും കേട്ടിട്ടുണ്ടോ റാവനെ ട്രെയിൻ ചെയ്തത്? റാവൻ എന്ന് പറയുന്നത് ഒരു ക്രോ ഫാമിലിയിൽ പെട്ടതാണ്. കാക്കയുടെ ഫാമിലിയിൽ പെട്ടവനാണ് റാവൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ്ങും തന്നിട്ടുണ്ട്. റാവൻ, എ ലാർജ് ബേർഡ് ഓഫ് ദ ക്രോ ഫാമിലി വിത്ത് ഷൈനി ബ്ലാക്ക് ഫെദേഴ്സ് ആൻഡ് എ റഫ് അൺപ്ലസന്റ് ക്രൈ. ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു ഷൈനിങ് ബ്ലാക്ക് കളറുള്ള ഫെദേഴ്സ് ആണ്, ചിറകുകളാണ് അവർക്ക് ഉണ്ടാവുക. അവന്റെ ക്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാവ് കാവ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര, നമുക്ക് ചെവിയിലൊക്കെ ഭയങ്കര വേദന എടുക്കുന്ന സൗണ്ട് ആയിരിക്കും. അൺപ്ലസന്റ്, ശാന്തമായുള്ള സൗണ്ട് ആവില്ല അവർക്ക് റാവൻസ് എന്ന് പറഞ്ഞ ബേർഡ്സിന്. അപ്പൊ ഇനി ഫിലിംസ് എടുക്കാൻ പോണ റാവൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻഡ് ആയ റാവൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ് ദം. നോട്ട് ജസ്റ്റ് 1 or 2, ഒന്നോ രണ്ടോ അല്ല, ഒരു 100 എണ്ണത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. വെൻ ദ ക്രീം ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതുപോലും സംഭവമാണ്, ഹോളിവുഡിൽ എന്തും സംഭവമാണെന്ന് പറയുന്ന മാതിരി ഒരു 100 റാവൻസിന്, ട്രെയിൻഡ് ആയ റാവൻസിനോട് ഫിലിം ഉണ്ടാക്കുക, അത് എവിടെ സംഭവമാണ്? ഹോളിവുഡിൽ അതും സംഭവിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. When the creator of some of the best suspense film in the history of cinema, Alfred Hitchcock, decided to make a film called Birds. When the creator എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നവരെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഒരാൾ ഒരു ഫിലിം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ഉണ്ടാക്കുക, അതിനൊക്കെ നമ്മൾ എന്താ പറയുക? ക്രിയേറ്റർ. നമ്മൾ ദൈവത്തെയും ക്രിയേറ്റർ എന്നാണ് പറഞ്ഞത്. കാരണം മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഈ ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവമാണ്. അപ്പൊ ദൈവം ആരാണ്? ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സ് ആണ്. ലോകത്തെ ഉണ്ടാക്കിയ ക്രിയേറ്റർ ആണ് ദൈവം എന്ന് പറയണത്. ഇവിടെ ആരാണ്? ഫിലിം മേക്കർ ആണ് ഇവിടെ ക്രിയേറ്റർ. അപ്പോ when the creator of some of the best suspense film, ബെസ്റ്റ് ആയുള്ള സസ്പെൻസ് ഫിലിം, അതായത് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഭയങ്കര അതിന്റെ മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. സസ്പെൻസ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ സസ്പെൻസ് ആയ ഫിലിം ഉണ്ടാക്കുന്ന ഒരാളാണ് ആൽഫ്രഡ് ഹിച്ചോക്ക് എന്ന് പറഞ്ഞത്. ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ചോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ആൽഫ്രഡ് ഹിച്ചോക്ക് ഒരു ബേർഡ്സ് എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തു. In the story, birds from all over the world started attacking humans. ഈ ഫിലിമില് ബേർഡ്സ് എന്ന് പറഞ്ഞ ഫിലിമിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കിളികളും, ലോകത്തുള്ള എല്ലാ കിളികളും മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കാൻ തുടങ്ങുക, അങ്ങനത്തെ ഒരു ഫിലിമാണ്. അപ്പൊ പലതരത്തിലുള്ള ബേർഡ്സ് ഇവർക്ക് ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ബേർഡ്സ് ആണ് റാവൻസ് എന്ന് പറയുന്നത്. Birds from all over the world started attacking humans. Hitchcock needed a variety of birds, but what was required in the largest number was ravens. അപ്പോൾ ഹിച്ചോക്കിന് വെറൈറ്റി ഓഫ് ബേർഡ്സിന്റെ ആവശ്യമുണ്ട്, അതായത് പല തരത്തിലുള്ള ബേർഡ്സിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് റാവൻസിനാണ്. റാവൻസിന്റെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ ഈ ഹിച്ചോക്ക് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ബേർഡ്സ് എന്ന് പറഞ്ഞ ഫിലിമിൽ ആവശ്യമുള്ളത്. Notices were placed in the press all over the United States. ഇതിനു വേണ്ടി റാവൻസിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസുകൾ പ്രസ്സിൽ അടിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റിൽ, അമേരിക്കയിൽ പല സ്ഥലത്തും അവർ ഒട്ടിച്ചു വെച്ചു. Asking people to contact the film maker if they knew how to get hold of trained ravens.
ആസ്കിങ് പീപ്പിൾ, ജനങ്ങളോട് ചോദിച്ചു. അതായത് ഈ നോട്ടീസിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോ ട്രെയിൻഡ് ആയ റാവൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ട്രെയിൻഡ് ആയ റാവൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിലിം മേക്കർ, ഈ ഡയറക്ടറിനെ വന്ന് കണ്ടുമുട്ടുക, കോൺടാക്ട് ചെയ്യുക എന്ന് നോട്ടീസ് ഇവർ യുണൈറ്റഡ് സ്റ്റേറ്റിൽ പല സ്ഥലത്തും നോട്ടീസ് അച്ചടിച്ച് ഇറക്കി. സം വൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ഒരാള് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും എന്തുണ്ടായേ, ഇതിനെ റിപ്ലൈഡ് മറുപടി കൊടുത്തു. കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഒരാൾ ഈ ഡയറക്ടറിനെ നേരിട്ട് വന്ന് അതിന്റെ മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. He was asked to bring his birds and he arrived with almost 100 trained ravens. ഇയാളോട് പറഞ്ഞു എന്നെ വന്ന് കാണുക എന്ന്. അങ്ങനെ വന്ന് കാണാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഒരു 100 റാവൻസിന്, ട്രെയിൻഡ് ആയ റാവൻസിനെയും കൊണ്ടാണ് ഈ ഡയറക്ടറിന്റെ ഹിച്ചോക്കിന്റെ അടുത്തേക്ക് വന്നത്. അഡ്മിറ്റഡ്ലി ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അഡ്മിറ്റഡ്ലി എന്ന് വെച്ചാൽ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആളുടെ ആ ട്രെയിനിങ് അത്രയും നല്ലതായിരുന്നു. അഡ്മിറ്റഡ്ലി ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അത്ര മോശമല്ലായിരുന്നു, അതിന്റെ അർത്ഥം നല്ലതായിരുന്നു എന്ന്. ദാറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാordinary. പക്ഷേ എക്സ്ട്രാordinary ആയിട്ട്, അസാധാരണമായിട്ട് അവർക്ക് അഭിനയിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കിളികളിനോട് അസാധാരണമായിട്ട് എന്തെങ്കിലും അഭിനയിക്കാൻ പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാordinary ആയിട്ട് ഒന്നും അഭിനയിക്കാൻ പറയാൻ ഉണ്ടായിരുന്നില്ല. But if as many as 50 ravens are told to preach quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? അതായത് ഒരു വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ട്, എക്സ്ട്രാordinary ആയിട്ട് ഇവർക്ക് ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ 100 കണക്കിന് അല്ലെങ്കിൽ ഈ 50 കണക്കിന് ബേർഡ്സിനോട് പ്രീച്ച് ക്വൈറ്റ്ലി, പ്രീച്ച് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മിണ്ടാണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ അത് ഒരു മരത്തിന്റെ മുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മരത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു റോ ആയിട്ട്, ഒരു നിരനിരയായിട്ട് ഇരിക്കാൻ പറയുക. എന്നിട്ട് ഈ 50 കിളികളും റാവൻസും ഒരേ ലെവലിൽ വന്നിട്ട് റോ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിൽ വന്ന് ഈ ട്രെയിൻ ചെയ്ത് ആളുടെ വാക്ക് കേട്ടിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത് ഇത് ക്വൈറ്റ് ഇംപ്രസീവ് അല്ലേ, നമുക്ക് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. 1 2 അല്ല, ടോട്ടൽ 15 പറയുന്നത്. 50ഓളം ഈ ഇങ്ങനത്തെ ബേർഡ്സിനെ ഒരുമിച്ച് ഒരു വരിയായിട്ട് ഇരിക്കാനോ, ഒരേ സ്ഥലത്ത് ഇരിക്കാൻ, അല്ലെങ്കിൽ ഒരു റോ ആയിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കാൻ പറയുമ്പോൾ അവർ അതേമാതിരി അനുസരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Needless to say, in our country, it is not at all easy to find trained animals. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ഇങ്ങനത്തെ ട്രെയിൻഡ് ആയ അനിമൽസ് കാണപ്പെടുക എന്ന് പറഞ്ഞാൽ നോട്ട് ഈസി, അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. Although some films have been made in Bombay and Madras that involved working with elephant, horses and tigers. അതേസമയം ബംഗാളിലായാലും മദ്രാസിലായാലും കുറച്ച് മൃഗങ്ങളെ വെച്ചിട്ട് ഫിലിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എലഫന്റും ആനയും ടൈഗറിനെയും ഹോഴ്സിനെയും വെച്ചിട്ട്, കടുവേനെയും കുതിരേനെയും ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫിലിംസ് ഒക്കെ ബംഗാളിലും മദ്രാസിലും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. This performance did not suggest that they were used to obeying commands. പക്ഷെ ഇവരുടെയൊക്കെ അഭിനയം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല അവരങ്ങനെ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന മൃഗങ്ങളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ തോന്നില്ല. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാ, their performance did suggest that they were used to obeying commands. Their performance did suggest that they were used to obeying commands. കമാൻഡ്സ് മാത്രമേ അവർ ഒബേ ചെയ്യുള്ളൂ എന്ന്. അതായത് അവിടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടെ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും. അങ്ങനെ കമാൻഡ് ചെയ്താൽ മാത്രം ചെയ്യണ മൃഗങ്ങളായിട്ടാണ് നമുക്ക് കാണപ്പെടുക. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. അതേസമയം ബംഗാളിൽ നമുക്ക് കുറച്ച് ബുദ്ധിപരമുള്ള നായകളെ നമുക്ക് കാണാൻ പറ്റും, ക്ലേവർ ഡോഗ്സിനെ കാണാൻ പറ്റും. ആരുടെ അടുത്ത്? പോലീസിന്റെ അടുത്ത്. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ്, പ്രത്യേകമായിട്ട് പോലീസ് നായ്ക്കളാണ് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ബുദ്ധിപരമായിട്ടുള്ള നായ്ക്കളെ നമുക്ക് കാണപ്പെടാമെന്ന്. If one is prepared to be patient, it is not altogether impossible to get performance out of them as we managed to do with Bhalu,
ബോലു ഇൻ പാത്തോർ പഞ്ചാലി. അതായത് സത്യജിത് റേയുടെ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു ഫിലിമാണ് പാത്തോർ പഞ്ചാലി എന്ന് പറഞ്ഞത്. അത് ഫിലിം മാത്രമല്ല, അത് ബുക്കുണ്ട്, ബുക്കും എഴുതിയിട്ടുണ്ട്. പാത്തോർ പഞ്ചാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്. ആ ബുക്കില് ബോലു എന്ന് പറഞ്ഞ വി മാനേജ് ടു ഡു വിത്ത് ബോലു, ബോലു എന്ന് പറഞ്ഞ ഒരു നായ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി പേഷ്യൻ്റ് ആയിട്ട് സമാധാനത്തിൽ കൂടി നമ്മൾ ഈ മൃഗത്തെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവരെ അഭിനയിപ്പിക്കാൻ പറ്റും എന്നാണ് സത്യജിത് റേ ഇവിടെ പറയുന്നത്. സത്യജിത് റേയുടെ പാത്തോർ പഞ്ചാലിയിലെ ബോലു എന്ന് പറഞ്ഞ ഒരു നായയെ കൊണ്ട് ഇവരെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി സമാധാനത്തിൽ, ഇത്തിരി പേഷ്യൻ്റോട്, ക്ഷമയോട് കൂടി വേണമെങ്കിൽ നമുക്ക് അവരെ അഭിനയിപ്പിക്കാൻ പറ്റും എന്നാണ് സത്യജിത് റേ പറയുന്നത്. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് നോട്ട് ഇംപോസിബിൾ ടു ഹാൻഡിൽ. ഒരു നായയെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ഇമ്പോസിബിൾ അല്ലാന്ന്, അസാധ്യം അല്ലാന്ന്, നമുക്ക് സാധിക്കും. കുറച്ച് പേഷ്യൻ്റോട് കൂടി നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമുക്ക് അഭിനയിപ്പിക്കാൻ പറ്റും. ഇതൊരു 20-25 കൊല്ലം മുന്നത്തെ കാര്യമാണ് പറയണത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്താ വെച്ചാൽ കടുവയെ വെച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലത്തിനെ പറ്റിയിട്ടല്ല പറയണത്, ഒരു 20-25 കൊല്ലത്തിന്റെ മുന്നത്തെ പറ്റിയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവനും പറയുന്നത്. What was one supposed to do if there was need for a tiger in a film? What was one supposed to do? എന്താണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക? ഒരാൾക്ക് ഒരു ടൈഗർ, ഒരു കടുവേനെ ഒരു ഫിലിമിൽ അഭിനയിപ്പിക്കേണ്ടി വന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? What was one supposed to do if there was need for a tiger in film? ഒരു ഫിലിമിൽ ഒരു ടൈഗറിന്റെ, ഒരു കടുവയുടെ ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിക്കുന്നത്. We had to deal with this problem too. ഞങ്ങൾക്കും ഈ പ്രശ്നത്തിനെ നേരിടേണ്ടി വന്നു. ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തെ നേരിടേണ്ടി വന്നു. കാരണം സത്യജിത് റേക്ക് ഒരു ഫിലിമിൽ ഒരു ടൈഗറിന്റെ, ഒരു കടുവയുടെ ആവശ്യമുണ്ടായിരുന്നു. In the film Gopi 2, when we were shooting Gopi Gayan Bhaga Bhayan, അപ്പോൾ ഇവരൊരു ഫിലിം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിലിമിന്റെ പേരാണ് ഗോപി ഗയൻ ഭാഗ ഭയൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം അവർ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു കടുവയുടെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. In the film Gopi, who is banished by the king, wandering in the forest, meet Bhaga, who is also been banished. ഈ ഫിലിമില് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിനെ, ആ കുട്ടീനെ, ഗോപി എന്ന് പറഞ്ഞ കുട്ടീനെ രാജാവ് അവരുടെ രാജ്യത്തിൽ നിന്ന് ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ രാജ്യത്ത് തിരിച്ചു വരാൻ പാടില്ല, അവിടുന്ന് പുറത്തേക്ക് പോകണം. അപ്പൊ എവിടേക്ക് പോകും? കാട്ടിലേക്ക് പോണ്ടി വന്നു അവനെ. അപ്പൊ അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ വേറൊരു കുട്ടീനെയും കണ്ടു. ആ കുട്ടിയുടെ പേരാണ് ഭാഗ. അവന്റെ സ്ഥലത്തിൽ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്തിൽ നിന്ന് ബാനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. In the film Gopi, who is banished by the king, wanders in the forest. ഗോപി ബാനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോപിനെ ബാനിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ അവന്റെ രാജ്യത്തിൽ നിന്ന് പുറം തള്ളിയിട്ടുണ്ടായിരുന്നു, ആ രാജ്യത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ കാട്ടിൽ ചെന്ന് പെട്ടു. അവിടെ കാട്ടിൽ ചെന്ന് പെട്ടപ്പോൾ എന്തുണ്ടായത്? ഭാഗേനെയും അവിടെ കണ്ടു. ഹു ഈസ് ബീൻ ബാനിഷ്ഡ്, അവനെയും നാട് കെടുത്തിണ്ടായിരുന്നു, ഭാഗേനെയും നാട് കെടുത്തിണ്ടായിരുന്നു. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. ആ കാട്ടിൽ വെച്ചിട്ട് ഇവർ ഒരു കടുവേനെ കണ്ടു. ആ കാട്ടിൽ വെച്ചിട്ട് ഇവരൊരു കടുവേനെ കണ്ടിട്ട് അവിടെ ഫ്രീസ് ആകുക, സ്തംഭിച്ച് നിന്ന് പോയി എന്നുള്ള സീനാണ് ഇവർക്ക് ആകെ ഷൂട്ട് ചെയ്യാനുള്ളത്. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റ്ലി അറ്റൻഷൻ. അപ്പൊ ഈ ടൈഗറിന്റെ റോൾ എന്ന് പറയുന്നത്, ആ കാട്ടിലെ ടൈഗർ, ആ ടൈഗറിനെ കണ്ടു, ആ കടുവേനെ ഇവര് കണ്ടു. പക്ഷേ ആ കടുവ ഇവരെ ഒന്നും ചെയ്യുന്നില്ല. ഒരു ഡിസ്റ്റൻസിൽ കടുവ ഇവരെ ശ്രദ്ധിക്കാണ്ട് നടന്നു പോകണു. അത്രയും ചെറിയൊരു സീനാണ്. അതായത് കടുവയും ഇവരും തമ്മിൽ നേരിട്ടുള്ള തല്ലൂട്ടങ്ങളോ വഴക്കോ ഒന്നുമല്ല. ഇവർ കാട്ടിൽ പെട്ടിട്ട് ഇവർ അവിടെ വെച്ചിട്ട് കടുവേനെ കാണുകയാണ്. കടുവ ആ കാട്ടിന്റെ ഇടയിൽ കൂടെ നടന്നു പോകണു. ഇവരെ കണ്ടുമില്ല, കടുവ ഇവരെ കണ്ടിട്ടുമില്ല. ഇവര് കടുവേനെ കണ്ട് പേടിച്ച് നിൽക്കണ ഒരു സീനാണ്. അത്രയും ചെറിയൊരു സീനാണ് ഇവർക്ക് കടുവേനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ഇവരെന്തൊക്കെ ബുദ്ധിമുട്ടാണ് സഹിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറയണത്, ലേഖനത്തിൽ പറഞ്ഞത്, ആർട്ടിക്കലിൽ പറയണത്. ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ഇങ്ങനത്തെ ഒരു ചിന്ത വന്നപ്പോൾ എനിക്കിത് ചെറിയ രൂപത്തിൽ ഷൂട്ട് ചെയ്യണം എന്ന് തോന്നി. ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ, ഇങ്ങനത്തെ ഒരു സീനിനെ പറ്റി ആളുടെ മനസ്സിൽ വന്നു. ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്, എനിക്കിത് സിമ്പിൾ ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ബട്ട്
where we going to find a tiger? പക്ഷെ എവിടുന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈഗറിനെ കിട്ടുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരിക. എവിടുന്നാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കടുവേനെ സംഘടിപ്പിക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വന്നത് എന്ന് സത്യജിത് റേ പറയണം. The obvious thing to do was to look in a circus since they were likely to have trained animals. അപ്പോൾ എന്താണ്ടാവുക, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ടൈഗറിനെ എവിടെ കാണപ്പെടും? ഒരു സർക്കസിലാണ് കാണപ്പെടുക. കാരണം അവിടെ നമുക്ക് എന്ത് കിട്ടും? ട്രെയിൻഡ് ആയിട്ടുള്ള ഈ കടുവേനെ കാണപ്പെടും. അവിടെയൊക്കെ ട്രെയിൻഡ് കടുവകൾ സർക്കസിൽ കാണപ്പെടും. അപ്പൊ ആ ഒരു സർക്കസ് കമ്പനിയിൽ ചെന്നിട്ട് ഒരു ടൈഗറിനെ ആവശ്യപ്പെടാം എന്നാണ് ഇവരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ചിന്ത വന്നത്. The obvious thing to do was to look in a circus since they were likely to have trained animals. അവിടെ ട്രെയിൻഡ് ആയുള്ള മൃഗങ്ങളെ, പരിശീലനം കിട്ടിയ മൃഗങ്ങളെ കാണപ്പെടും. As a matter of fact, one called Bharat Circus was visiting Calcutta at that time. അങ്ങനെ മനസ്സിൽ ചിന്ത വന്നപ്പോൾ അവിടെ ഒരു ഭാരത് സർക്കസിന്റെ പേരാണ് ഭാരത് എന്ന് പറഞ്ഞത്. ആ സർക്കസ് കൽക്കട്ടയിൽ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. Was visiting Calcutta at that time, holding shows in Marcus Square. മാർക്കസ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ അവരുടെ ഷോ നടത്തിയിരുന്നത്. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. ഇത് കണ്ടപ്പോൾ അവരെന്താ ചെയ്തത്? അവർ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഈ സർക്കസിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞങ്ങൾക്ക് അവിടുത്തെ മാനേജറിന്, ഇത് ഒരു തമിഴ് മാനേജറാണ്, ആളെ കണ്ടുമുട്ടണം, ആളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് വെച്ചു. And they went to meet one morning. എന്നിട്ട് അവര് ആ മാനേജറിനെ കാണാൻ ഒരു ദിവസം പോയി. He greeted us warmly and ordered South Indian coffee for us. അവര് ഞങ്ങളെ ഭയങ്കര വാംലി ഗ്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളിമയോട് കൂടി അവരെ സ്വീകരിച്ചു. എന്നിട്ട് അവരോട് ഒരു സൗത്ത് ഇന്ത്യൻ കോഫി ഓഫർ ചെയ്തു. സൗത്ത് ഇന്ത്യൻ കോഫിയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. The manager heard the reason for our visit, then sent for one Mr. Thorat. The manager heard the reason. മാനേജർ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് കേട്ടു. ഇവർ വരാനുള്ള കാരണം മാനേജർക്ക് മനസ്സിലായി. എന്നിട്ട് മാനേജർ എന്താ ചെയ്തത്? വേറൊരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അതാണ് മിസ്റ്റർ തോറാറ്റ് എന്ന് പറഞ്ഞത്. മിസ്റ്റർ തോറാറ്റിനെ വരാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു. He turned out to be the ring master. അയാൾ ഒരു റിംഗ് മാസ്റ്റർ ആണ്. ഈ റിംഗ് മാസ്റ്ററാണ് മൃഗങ്ങളെ പരിശീലനം കൊടുക്കുന്നതും അവരുടെ മാസ്റ്ററുമാണ്. ഈ മൃഗങ്ങളെ പരിശീലനം കൊടുത്തിട്ട് ഓർഡർ ചെയ്യുന്നത് മുഴുവനും ഈ റിംഗ് മാസ്റ്ററാണ്. He too was a South Indian, very well built with feathers somewhat like those of a Nepali. Features. He too was a South Indian. ആളും ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. വെരി വെൽ ബിൽഡ്. ആളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല ഹൈറ്റും നല്ല വെയിറ്റും സ്ട്രോങ് ബോഡിയുമുള്ള ആളാണ്. വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അതിന്റെ ഫീച്ചേഴ്സ് കണ്ട്, അതിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു നേപ്പാളി മാതിരിയാണ് കാണപ്പെടുക. അങ്ങനത്തെ ഒരാളാണ് ഈ തോറാറ്റ് എന്ന് പറഞ്ഞ വ്യക്തി. ഇറ്റ് വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അയാൾക്കൊരു 40 വയസ്സിനെക്കാട്ടിലും കൂടുതലൊന്നും ഉണ്ടാവില്ല. അതായത് ഏകദേശം 40 വയസ്സിന്റെ അടുത്താ, അല്ലെങ്കിൽ 35-40 ഇടയിലുള്ള പ്രായമേ കാണുകയുള്ളൂ. He showed us an old scar on his forearm which had been caused by a tiger. ഓൾഡ് സ്കാർ എന്ന് വെച്ചാൽ പഴയ ഒരു കയ്യോ, ഈ കടുവ മാന്തിന്റെ ഒരു പാട് ആളുടെ കൈത്തണ്ടയിൽ കാണിച്ചു തന്നു. ഫോറാം എന്ന് പറഞ്ഞ കൈത്തണ്ടയിൽ കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അതൊരു കടുവ മുന്നേ ആൾക്ക് കയ്യിൽ മാന്തിയതായിരുന്നു, അത് ആള് കാണിച്ചു തന്നു. ഇത്രയും വരെ നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാം. അടുത്ത ക്ലാസ് നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം. അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇത് മുഴുവനും കഴിയുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.